ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നിങ്ങളെ പറ്റി പറയല്ലോ കേട്ടോ. കല്യാണ വീട്ടില് 4 പണിക്കാര് വരും. 2000 ആൾക്കാരെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാവും. 2000 ആൾക്കാർക്ക് ചോറ് വെക്കാൻ എന്തൊരു പണി ഉണ്ടാവും. ഇവല് 4 ആളുണ്ട് വന്നങ്ങാണ്ട് അങ്ങോട്ടും പെടഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് 4 ചമ്പൊക്കെ വെച്ചാണ് 4 ആൾക്കാര് 2000 ആൾക്കാർക്ക് ചോറ് കൊടുക്കുന്ന ടൈം നിങ്ങൾക്ക് അറിയാലോ. 11 മണി മുതൽ 3 മണിക്കിടയിൽ ആ 4 മണിക്കൂർ കൊണ്ട് ഫുൾ ആൾക്കാർക്ക് ചോറ് കിട്ടും. 4 മണിക്കൂറിന്റെ ഉള്ളിൽ. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അതൊക്കെ ആ പണിയൊക്കെ പെണ്ണുങ്ങളെയാണ് ഏൽപ്പിക്കണമെങ്കിൽ ഞായറാഴ്ചത്തെ കല്യാണത്തിന് പിറ്റത്തെ ബുധനാഴ്ച ചോറ് കഴിക്കേണ്ടി വരും. 2000 നിങ്ങൾ 5 ആൾക്ക് ചോറ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ പ്രശ്നം മുഴുവൻ. അടുക്കളയിൽ അനങ്ങിയ പണിയാണ്. പഴയ തള്ളാര് പറയായിരുന്നു, അന്ത്യാവോളം പടട്ടിയാലും കുഫാരിങ്ങൾ തീരൂലാന്ന്. മനസ്സിലായി? എനിക്ക് അത് നല്ല രസകരമായ ഒരു പ്രയോഗമാണ്. അന്ത്യാവോളം പടവെട്ടിയാലും കുഫാരിങ്ങൾ തീരൂലാന്ന് എന്ന് പറഞ്ഞാൽ അന്ത്യാവോളം അടുക്കളയിൽ നിന്ന് തിരിഞ്ഞാലും അതിന്റെ കാര്യം എന്താ? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കാണ്. നമ്മളിപ്പോ ഒരു നെയിൽ കട്ടർ ആവശ്യപ്പെട്ടാലും നഖം വെട്ടുന്ന കട്ടർ മിക്കവാറും വെള്ളിയാഴ്ച എല്ലാവരും ആവശ്യപ്പെടും. അത് ഒരു സംഘമാണ് ആ റൂമെന്ന് കണ്ടിട്ടുണ്ട്, ഒരു സംഘമാണ് ഈ റൂമെന്ന് കണ്ടിട്ടുണ്ട്. 1 മണിക്കൂർ അതിനെ കിടന്ന് തരയും. ഈ സാധനം വെച്ചോടത്തവിടെ തന്നെ വെച്ചാ പോരെ. അപ്പൊ അതിന്റെ അർത്ഥങ്ങൾ സ്പൂണും വെച്ചോടത്തല്ലേ വെക്കണത്, മഞ്ഞൾപ്പൊടിയും വെച്ചോടത്തല്ലേ വെക്കണത്. 5 കിലോമീറ്റർ നടക്കുകയാണ് ഡെയിലി. എന്നിട്ടും പ്രഷറും കൊളസ്ട്രോളൊക്കെ ബാക്കി.